നമസ്കാരം. ഇവർക്കും ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. ഹിന്ദു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആണ്. ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് 5 ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആണുള്ളത്. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ മൺസൂണുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് ഈ പറഞ്ഞ പോലെ IMDയുടെ വാർണിംഗ്സ് ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ ഈ പറഞ്ഞ മൺസൂൺ എത്തി തുടങ്ങിയിട്ടുണ്ടെന്ന രീതിയിലേക്ക് കേരള തീരങ്ങളിൽ മൺസൂൺ എത്തിയതായിട്ട് ഈ ബന്ധപ്പെട്ട ഒരു വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. സോ ഇത് മൺസൂണിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ജോഗ്രഫി റിലേറ്റഡ് ആയിരിക്കും നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 1ന്റെ ആംഗിളിൽ ആ ഒരു ടോപ്പിക്കിനെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. സോ സെക്കൻഡ് ആർട്ടിക്കിൾ സയൻസ് ആൻഡ് ടെക്നോളജി ജനറൽ സ്റ്റഡീസ് പേപ്പർ 3യുടെ ആംഗിളിലുള്ള ടോപ്പിക്കാണ് അഗ്നികുൽ റോക്കറ്റ് ലോഞ്ചുമായിട്ട് ബന്ധപ്പെട്ട്. അതായത് നമ്മളൊരു സെമി ക്രയോജനിക് ടെക്നോളജി ഉപയോഗിക്കുന്ന ആദ്യത്തെ ഒരു ഈ പറഞ്ഞ പോലെ റോക്കറ്റ് ആയിരുന്നു ഈ ഒരു അഗ്നികുൾ റോക്കറ്റ്. അത് മാത്രമല്ല ഇന്ത്യയിലെ പ്രൈവറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി നിർമ്മിച്ച ഒരു റോക്കറ്റ് കൂടിയാണത്. അപ്പോൾ അവയുടെ ലോഞ്ച് ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നു. അത് ഇന്നത്തെ ന്യൂസ് പേപ്പറിലെ ഫ്രണ്ട് പേജിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഫസ്റ്റ് 2 ആർട്ടിക്കിൾസും ഹിന്ദു ന്യൂസ് പേപ്പറിലെ ഫ്രണ്ട് പേജ് തന്നെ ഉണ്ടായിരുന്ന ആർട്ടിക്കിളാണ്. ദെൻ മൂന്നാമത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിന്റെ ഒരു ഈ പറഞ്ഞ പോലെ ഇൻസൈഡ് പേജസിലേക്ക് വരുമ്പോഴേക്കും ഒരു ടൈഗറിന്റെ ഒരു ഫോട്ടോ ബേസിക്കലി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുമായിരുന്നു. ബേസിക്കലി ഈ പറഞ്ഞ പോലെ ഇന്ദിരാഗാന്ധി സുവോളജിക്കൽ നാഷണൽ പാർക്കിൽ നിന്നൊരു ഫോട്ടോ ആയിരുന്നു, പിക്ചർ ആയിരുന്നു ബേസിക്കലി അത്. അപ്പോൾ ആ ഒരു പിക്ചറിൽ നമുക്ക് ഈ പറഞ്ഞ എസ്പെഷ്യലി ഈ ഒരു വർഷം ടൈഗർ കൺസർവേഷന്റെ വലിയൊരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു വർഷം കൂടിയാണ്. കാരണം പ്രൊജക്ട് ടൈഗർ, ടൈഗർ കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട് സെൻട്രൽ ഗവൺമെന്റ് ലോഞ്ച് ചെയ്തൊരു പരിപാടിയാണ് പ്രൊജക്ട് ടൈഗർ. 1973 ലോഞ്ച് ചെയ്തൊരു പ്രോഗ്രാം ആയിരുന്നു. അപ്പോൾ ആ ഒരു പ്രൊജക്ട് ടൈഗറിന്റെ 50th ആനിവേഴ്സറി ഇയർ ആണ്, 50th ഇയർ ആണ് ബേസിക്കലി ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അപ്കമിംഗ് പ്രിലിംസിന് ടൈഗറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക് ടൈഗറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 എക്കോളജി ആൻഡ് എൻവയോൺമെന്റ് പോയിന്റ് ഓഫ് വ്യൂലായിരിക്കും ആ ഒരു ടോപ്പിക്കിനെ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ അടുത്തത് എക്കണോമിക്സ് റിലേറ്റഡ് ആർട്ടിക്കിളാണ്. ഫിൻടെക് ഫോംസിനെ കുറിച്ച് ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. ഫിൻടെക് ഫോംസിനും ഈ ഒരു വർഷം കഴിഞ്ഞ ഒരു വർഷ കാലയളവിൽ ഒരുപാടധികം വാർത്തകൾ ഉണ്ടായിരുന്ന കാരണം നമുക്ക് പ്രിലിംസിന് പ്രതീക്ഷിക്കുന്ന ഒരു ടോപ്പിക് കൂടിയാണ്. സോ അതുകൊണ്ട് തന്നെ ഫിൻടെക് ഫോംസിനെ കുറിച്ചും എക്സാം പോയിന്റ് ഓഫ് വ്യൂ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 റിലേറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിളാണ്. എഡിറ്റോറിയൽ പേജിൽ രണ്ടാമത്തെ ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിളാണ്. സോ അവിടെ നമ്മൾ ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ടോപ്പിക്കിനെ നമുക്ക് വിശദമായിട്ട് പഠിക്കേണ്ടതുണ്ട്. യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിലെ സ്കീമാണ് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന, PMJAY, ആയുഷ്മാൻ ഭാരത്. ഓക്കെ, സോ ആ ഒരു സ്കീമിനെ കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കിൽ നിന്നും ഒരു പ്രധാനപ്പെട്ട ടോപ്പിക് എടുത്ത് നമ്മൾ MCQ കൂടെ സോൾവ് ചെയ്തായിരിക്കും സെഷൻ അവസാനിപ്പിക്കുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കാം. മൺസൂൺ സെറ്റ്സ് ഇൻ ഓവർ കേരള ആൻഡ് നോർത്ത് ഈസ്റ്റ് എന്നുള്ളതാണ് വാർത്തയുടെ ഹെഡ്ലൈൻ ആയിട്ട് മാറുന്നത്. തന്നെ ഈ പറഞ്ഞ പോലെ ആ ഒരു വാർത്ത തന്നെയാണ് സൈഡ് ലൈനിന്റെ ഫോട്ടോ പിക്ചർ കാണിച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. സോ എന്തായാലും ഓരോ വാർത്തകൾ വായിക്കുമ്പോൾ നമ്മൾ ആദ്യമേ പറയുന്നതാണ് ആ വാർത്തയുടെ കീ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മെയിൻ ഹൈലൈറ്റഡ് വേർഡ് നിങ്ങൾ നോക്കിയിരിക്കണം. സോ ഇവിടെ മെയിൻ ഹൈലൈറ്റഡ് വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കീ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൺസൂൺ ആണ്. ഓക്കെ, അപ്പോൾ മൺസൂൺ എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇന്ത്യയിൽ മൺസൂൺ വരുന്നത്, എന്ത് തരം എത്ര ടൈപ്പ് ഓഫ് മൺസൂൺ ആണ് ഇന്ത്യക്ക് ലഭിക്കുന്നത്, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് മൺസൂണിന് അനുകൂലമായിട്ട് മാറുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് എക്സാം വ്യൂ പോയിന്റിൽ നമുക്ക് ഇതിനകത്ത് പഠിക്കേണ്ടതായിട്ടുള്ളത്. സോ ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമുക്ക് മെയിൻലി മൺസൂൺ എന്ന് പറയുമ്പോഴേക്കും 2 കാറ്റഗറി ആയിട്ട് നമുക്ക് തിരിക്കാൻ സാധിക്കും. ആ ഓരോ ടൈം പീരീഡ് അനുസരിച്ച് ഇപ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നതായിട്ടുള്ള മൺസൂണാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ. അത് ഈ പറഞ്ഞ പോലെ കാറ്റിന് എപ്പോഴും പേരിടുന്നത് അത് വരുന്ന ഡയറക്ഷനിൽ നിന്നാണ്, എവിടെ നിന്ന് എങ്ങോട്ടേക്ക് വീശുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് വിൻഡിന് എപ്പോഴും പേര് കൊടുക്കുന്നത്. സോ സൗത്ത് വെസ്റ്റ് മൺസൂൺ ആണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ തുടങ്ങി എന്നുള്ള രീതിയിൽ IMD വാർണിംഗ്സ് തന്നിരിക്കുന്നത്. അതായത് പൊതുവിൽ ജൂൺ 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള രീതിയിലാണ്, മീൻസ് 1 or 2 ഡേയ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാറുണ്ട്. എനിവേ ഫസ്റ്റ് ഓഫ് ഓൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു മെയ് ജൂൺ മാസങ്ങളിൽ നമുക്ക് കിട്ടുന്ന സൗത്ത് വെസ്റ്റ് മൺസൂൺ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ഈ മൺസൂൺ പീരീഡ് കഴിഞ്ഞിട്ട് ഒരു ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നമുക്ക് വീണ്ടും മഴ ലഭിക്കാറുണ്ട്. സോ ആ മഴയുടെ പേരാണ് നോർത്ത് ഈസ്റ്റ് മൺസൂൺസ്. സോ അത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഡയറക്ഷന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പേരുകൾ കൊടുത്തിരിക്കുന്നത്. സോ സമ്മർ മന്തിൽ അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ സമ്മറിന് ടുവേർഡ്സ് എൻഡിലേക്ക് അനുഭവപ്പെടുന്നതാണ് സൗത്ത് വെസ്റ്റ് മൺസൂണും വിന്റർ മാസങ്ങളോടടുത്ത് നമുക്ക് അനുഭവപ്പെടുന്നതാണ് ആ ഒരു നോർത്ത് ഈസ്റ്റ് മൺസൂൺ ഉള്ള കാര്യം ഓർത്തിരിക്കണം. ഇനി ഇതിന്റെ ഒരു വർക്കിംഗ് ഫിനോമിന നമുക്ക് മനസ്സിലാക്കണം. കാരണം ഇതിപ്പോൾ നമ്മൾ ഒരു ലൈൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഇക്വേറ്റർ ലൈൻ ഇതിലൂടെ പാസ് ചെയ്യുന്ന കാണാൻ സാധിക്കും. അപ്പോൾ ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറയുന്നത് നമുക്ക് പഠിച്ചിട്ടുള്ളതാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ സ്ഥിതിയാണ് നമ്മളിവിടെ വരുന്നത്. എസ്പെഷ്യലി പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ലൈൻ ഇപ്പോൾ ജസ്റ്റ് ഞാനൊരു ലൈൻ വരയ്ക്കുകയാണ്. ഓൾമോസ്റ്റ് ജസ്റ്റ് ഒരു നമുക്ക് പഠിക്കാനായിട്ട് ജസ്റ്റ് ഒരു ലൈൻ വരച്ചതേ ഉള്ളൂ. ഈ ഒരു ലൈനാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഓൾമോസ്റ്റ് നമ്മുടെ ഗുജറാത്ത് ആ ഒരു സ്ഥലങ്ങളിലൂടെ കടന്നു പോകുന്ന നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിലൂടെ കടന്നു പോകുന്നതാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. 23.5 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡ്. ഓക്കെ, 23.5 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡ് ആണ്. താഴെ അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് 23.5 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ 2 ട്രോപ്പിക്സിനിടയിലാണ് എപ്പോഴും സൂര്യന്റെ അപ്പാരന്റ് മൂവ്മെന്റ് കൃത്യമായിട്ട് നടക്കുന്നത്. കാരണം ആ ഒരു മൂവ്മെന്റ് നടക്കുന്നത് അത് ഓർത്തിരിക്കണം കേട്ടോ. എപ്പോഴും ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിനും ഇടയിലാണ് സൂര്യൻ മൂവ് ചെയ്യുന്നുള്ള കാര്യം ഓർക്കണം. ഇപ്പം പ്രസന്റ്ലി പറയുവാണെങ്കിൽ സണ്ണിന്റെ ഒരു പ്രസൻസ് അനുഭവപ്പെടുന്ന ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസറോട് സംബന്ധിച്ച്. കാരണം ഇപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ സമ്മർ സീസൺ അല്ലായിരുന്നു. അപ്പോൾ ആ സമ്മർ സീസണിൽ തീർച്ചയായിട്ടും ഈ ഒരു ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ അടുത്തേക്ക് ഈ പറഞ്ഞ പോലെ സൂര്യന്റെ മൂവ്മെന്റ് വരും. എവിടെയാണോ സൂര്യന്റെ പ്രസൻസ് ഉള്ളത് ആ റീജിയനിൽ കൃത്യമായിട്ടും ലോ പ്രഷർ ആയിരിക്കും അനുഭവപ്പെടുന്നത്. കാരണം കൂടുതൽ
കൂടുതൽ സോളാർ എനർജി ആ മേഖലയിലേക്ക് വരും. കൂടുതൽ സോളാർ എനർജി വരുമ്പോഴേക്കും ആ മേഖലയിലെ എയർ മോളിക്യൂൾസിന് അളവ് കുറവായിരിക്കും, താരതമ്യേന പ്രഷർ കുറവായിരിക്കും. സോ ദാറ്റ് ഏരിയ വിൽ ബി ടെൻ ടു ബിക്കം എ ലോ പ്രഷർ ഏരിയ. ലോ പ്രഷർ ഏരിയ ആയിട്ട് മാറും. സോ നമ്മൾ പഠിക്കുന്ന ബേസിക് കാര്യമാണ്, വിൻഡ് എപ്പോഴും എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്? ഹൈ പ്രഷർ അല്ലെ, ഹൈ പ്രഷറിൽ നിന്നും ലോ പ്രഷർ റീജിയനിലേക്കാണ് എപ്പോഴും വിൻഡിന്റെ മൂവ്മെന്റ് നടക്കുന്നത്. സോ അപ്പോൾ ഇങ്ങനെ ഓർത്താൽ മതി, എവിടെയാണോ സൂര്യന്റെ പ്രസൻസ് ഉണ്ടാവുക ആ ഒരു പോയിന്റിലേക്ക് ഒരുപാട് കാറ്റ് വീശാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ എനിവേ നോർമലി പറയുവാണെങ്കിൽ ഇക്വേറ്ററിന്റെ മുകളിൽ സൂര്യൻ നിൽക്കുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി ഈ ഒരു പോയിന്റ് മീൻസ് ഇക്വേറ്ററിന് മുകളിലേക്ക് ഒരു 5 ഡിഗ്രി ലാറ്റിറ്റ്യൂഡും ഇക്വേറ്ററിന് താഴത്തേക്ക് ഒരു 5 ഡിഗ്രി ലാറ്റിറ്റ്യൂഡും ആ ഒരു 5 to 10 ഡിഗ്രി വരെയൊക്കെ പറയാം. ആ ഒരു ഏരിയയിൽ മീൻസ് ഇത്രയും ഈ ഏരിയയിലേക്ക് വിൻഡിന്റെ കൺവർജൻസ് ഉണ്ടാവും. കാരണം ആ മേഖലയിൽ ലോ പ്രഷർ ആയിരിക്കും. സോ സറൗണ്ടിങ് ഏരിയാസ് കമ്പാരിറ്റീവ്ലി ഹൈ പ്രഷർ ആകും. അവിടെ നിന്നും കാറ്റിന്റെ മൂവ്മെന്റ് ഈ ഒരു മേഖലയിലേക്ക് ഉണ്ടാവും. ആ ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ ആ അത്തരത്തിലുള്ള കൺവേർജൻ സോൺ, വിൻഡ് രണ്ട് ഡയറക്ഷനിൽ നിന്ന് വന്ന് കൺവേർജ് ചെയ്യുന്ന ആ സോൺ എന്ന് പറയുന്ന പേരാണ് ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻ സോൺ അഥവാ ITCZ. ഇവിടെ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് ഈ ലെഫ്റ്റ് സൈഡിലെ പിക്ചറിൽ കാണാൻ സാധിക്കുന്നുണ്ട്, ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻ സോൺ അഥവാ ITCZ. ഓക്കെ, അപ്പോൾ സൂര്യന്റെ മൂവ്മെന്റ് സണ്ണ് മൂവ് ചെയ്യുന്നതിനെ അടിസ്ഥാനമാക്കി തന്നെ ആര് മൂവ് ചെയ്തുകൊണ്ടിരിക്കും? ITCZ മൂവ് ചെയ്യും. ITCസിയുടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല എന്നുള്ള കാര്യം ഓർക്കണം. ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാം, ഇതൊരു ജസ്റ്റ് ഒരു സിക്സ് ആഗ്, ഓൾമോസ്റ്റ് ഒരു സിക്സ് ആഗ് മാനറിലാണ് ഈ ITCസിൽ കടന്നു പോകുന്നത്. സോ അപ്പോൾ സണ്ണിന്റെ മൂവ്മെന്റ് നോർത്തിലേക്കാണെങ്കിൽ ITCസിൽ എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും? നോർത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതേപോലെ തന്നെ സണ്ണിന്റെ മൂവ്മെന്റ് താഴത്തേക്ക് സദേൺ ഹെമിസ്ഫിയറിലേക്കാണെങ്കിൽ ITCസിലും ആ ഒരു പാതയിലേക്ക് തന്നെ ഷിഫ്റ്റ് ചെയ്യും. സോ ഇപ്പോൾ പറയുവാണെങ്കിൽ ITCസിന്റെ ലൊക്കേഷൻ കൃത്യമായിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസറിനോട് അടുത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ട്രോപ്പിക്കുകളിലെയും കാറ്റിന്റെ എങ്ങോട്ടേക്ക് കിടക്കും? ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ അടുത്ത് നിൽക്കുന്ന ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻ സോണിലേക്ക് കാറ്റുകൾ വീശും. ഇങ്ങനെ കാറ്റ് വീശുമ്പോഴേക്കും നമ്മൾ ഇപ്പം ഈ വരുന്ന കാറ്റ് നമ്മൾ ജോഗ്രഫിയിൽ ബേസിക്കലി പഠിക്കുന്നതാണ്, ഇക്വേറ്റർ ക്രോസ് ചെയ്ത് നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക് എൻ്റർ ചെയ്ത് കഴിയുമ്പോഴേക്കും ഡ്യൂ ടു കൊറിയോളിസിസ് ഫോഴ്സ് വിൻഡ്സ് ടെൻ ടു ഡിഫ്ലക്ട് ടുവേർഡ്സ് റൈറ്റ് സൈഡ്. വിൻഡ് അവയുടെ റൈറ്റ് സൈഡിലേക്ക് നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഡിഫ്ലക്ട് ചെയ്യും. എന്നാൽ സതേൺ ഹെമിസ്ഫിയർ ആണെങ്കിൽ അവയുടെ ലെഫ്റ്റ് സൈഡിലേക്കാണ് ബേസിക്കലി കാറ്റ് ഡിഫ്ലക്ട് ചെയ്യപ്പെടുന്നത്. സോ ഇവിടെ നോക്കാം, ഈ ഒരു ഫസ്റ്റ് പിക്ചർ ഞാൻ ജസ്റ്റ് വായിച്ചിട്ട് പറയാം. ഓക്കെ, സോ ഈ ഫസ്റ്റ് പിക്ചർ, അതായത് നമ്മൾ സൗത്ത് വെസ്റ്റ് മൺസൂണിന്റെ പിക്ചറിൽ ഈ കാറ്റ് വരുന്ന താഴത്തെ റീജിയനിൽ നിന്ന് വരുന്നു. ഈ ഒരു പോയിന്റിൽ ഞാൻ പറഞ്ഞു ITCസിൽ ബേസിക്കലി എവിടെയാണ് നിൽക്കുന്നത്? നമ്മുടെ ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് അടുത്താണ് ITCസിൽ നിൽക്കുന്നത്. സോ അതിനെ ലക്ഷ്യമാക്കിയാണ് കാറ്റുകൾ നീങ്ങുന്നത്. കാറ്റ് നീങ്ങി ഈ പറഞ്ഞ പോലെ ഇവിടെ ഇക്വേറ്റർ ക്രോസ് ചെയ്ത് കഴിയുമ്പോഴേക്കും അവ എങ്ങോട്ടേക്ക് ഡിഫ്ലക്ട് ആവും? അവയുടെ വലത്തേക്ക്, റൈറ്റ് ഡയറക്ഷനിലേക്ക് ഡിഫ്ലക്ട് ആവും. കാരണം നോർത്തേൺ ഹെമിസ്ഫിയറിലും വിൻഡ് റൈറ്റ് ഡയറക്ഷനിലേക്ക് ഡിഫ്ലക്ട് ചെയ്യും നമ്മൾ തൊട്ടും പറഞ്ഞതാണ്. സോ റൈറ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്യും. ഈ റൈറ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്ത വിൻഡുകളാണ് ഇതിലൂടെ കടലിന്റെ മുകളിലൂടെ ഒരുപാട് ദൂരം സഞ്ചരിച്ച് വരുന്ന കാരണം ഒരുപാട് മോയ്സ്ചർ കണ്ടന്റ് അവയിൽ ഉണ്ടാവും. ആ മോയ്സ്ചർ കണ്ടന്റ് കൃത്യമായിട്ടും ഇന്ത്യയുടെ ഇങ്ങോട്ടേക്ക് അവർ കൊണ്ടുവരും. ഇവിടെ വന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സ് ഉണ്ട്. ഈ വെസ്റ്റേൺ ഗാർഡ്സിൽ തട്ടിയിട്ടാണ് ആ മഴ നമുക്ക് കൃത്യമായിട്ടും കിട്ടുന്നത്. എന്നാൽ ആ മഴ എവിടെ കിട്ടത്തില്ല? ഈ വെസ്റ്റേൺ ഗാർഡ്സിന്റെ ലീവേർഡ് സൈഡിൽ, തമിഴ്നാട്ടിൽ ആ സമയങ്ങളിൽ മഴ കിട്ടത്തില്ല. കാരണം അത് ആ വെസ്റ്റേൺ ഗാർഡ്സിന്റെ ലീവേർഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ മഴ അധികം കിട്ടത്തില്ല. സോ ദെൻ ഇവിടെ ഈ വരുന്ന ഫസ്റ്റ് ബ്രാഞ്ച്, അതായത് ഈ വെസ്റ്റേൺ ഗാർഡ്സ് കൂടി നമ്മുടെ വെസ്റ്റേൺ സ്റ്റേറ്റിലേക്ക് പോരുന്നതിനെ ഈ മൺസൂണിന്റെ അറേബ്യൻ സീ ബ്രാഞ്ച് എന്ന് ബേസിക്കലി വിശേഷിപ്പിക്കാം. ഒരു ബ്രാഞ്ച് ഈ പറഞ്ഞ പോലെ ഇവിടെ തട്ടി ഇപ്പുറത്ത് ബേ ഓഫ് ബംഗാളിലൂടെ പോയിട്ടാണ് നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലേക്ക് വരുന്നത്. അത് ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് ഓഫ് സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറയാം. ഇനി എന്തുകൊണ്ട് ഈ മൺസൂണിന് സൗത്ത് വെസ്റ്റ് എന്ന് പേര് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് പറയാൻ പറ്റും. കാരണം വിൻഡിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിൽ നോക്കി ഇന്ത്യ പെർസ്പെക്റ്റീവ് നോക്കുമ്പോഴേക്കും സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിൽ നിന്നുമാണ് ആ മഴ അല്ലെങ്കിൽ ആ കാറ്റ് ബേസിക്കലി നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ വിൻഡ് അല്ലെങ്കിൽ ആ കറസ്പോണ്ടിംഗ്ലി മൺസൂണിനെ നമ്മൾ സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് രേഖപ്പെടുത്തുന്നു. ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞു ITCസിന്റെ മുകളിലാണ് ഈ ഒരു എന്താ പറയാ, സോറി, ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ മുകളിലാണ് ITCസ് ഉള്ളത്. കുറച്ച് നാൾ കഴിയുമ്പോഴേക്ക് ഈ പറഞ്ഞ പോലെ അത് താഴത്തേക്ക് മൂവ് ചെയ്യും അല്ലെ. ഇപ്പൊ ഇനിയിപ്പം പതുക്കെ സൂര്യൻ ഈ പറഞ്ഞ പോലെ സദേൺ ഹെമിസ്ഫിയറിലേക്ക് പോകുന്ന ഒരു ടൈമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ITCസിൽ ഇവിടും താഴേക്ക് നീങ്ങും. അങ്ങനെ വരുമ്പോഴേക്ക് ഈ താഴത്തേക്ക് എത്തിയെന്ന് വിചാരിക്കുക, ട്രോപ്പിക് ഓഫ് ക്യാൻസറിനോട് അടുത്ത് ഈ പറഞ്ഞ പോലെ ITCസിൽ എത്തും. അങ്ങനെ എത്തിക്കഴിയുമ്പോഴേക്കും ഇനി മുതൽ രണ്ട് ദിശയിലുള്ള കാറ്റുകൾ എങ്ങോട്ടേക്ക് വരും? ആ താഴത്തേക്ക്. ITCയിൽ ഇപ്പോൾ ഈ രണ്ടാമത്തെ പിക്ചർ നോക്കുമ്പോൾ അങ്ങോട്ടേക്ക് വരും. അപ്പോൾ ഇതിൽ ഇറങ്ങി വരുന്ന മഴ ഈ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും കണ്ടോ, ഈ ഒരു വിന്റർ എഴുതിയിരിക്കുന്ന ഗ്രാഫിനകത്ത് ഇവിടെ കണ്ടോ റൈറ്റിലേക്ക്, സോറി, അവയുടെ ലെഫ്റ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്തു. കാരണം സദേൺ ഹെമിസ്ഫിയറിൽ കാറ്റ് അവയുടെ ലെഫ്റ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്യും നമ്മൾ തൊട്ടും പറഞ്ഞാണ്. ഇവിടെ നമുക്ക് ഇങ്ങനെ ഇത്രയും വരുന്ന ഈ ഒരു ഭാഗങ്ങളിൽ നിന്നുള്ള കാറ്റിൽ നിന്നുള്ള മോയ്സ്ചർ കണ്ടന്റ് നമുക്ക് കിട്ടാറുണ്ട്. ആ കിട്ടുന്ന മഴയാണ് ഈ പറഞ്ഞ പോലെ നോർത്ത് ഈസ്റ്റ് മൺസൂൺ. നോക്കി അവയുടെ ഡയറക്ഷൻ ഇന്ത്യ പെർസ്പെക്റ്റീവ് നോക്കുമ്പോഴേക്കും നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലല്ല വരുന്നത്. സോ നോർത്ത് ഈസ്റ്റ് മൺസൂൺ എന്ന് അറിയപ്പെടുന്നു. സോ ഇന്ത്യക്ക് പ്രധാനമായിട്ട് മഴ കിട്ടുന്ന സമയം ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് സൗത്ത് വെസ്റ്റ് മൺസൂൺ ടൈമിലാണ് പ്രധാനമായിട്ട് കൂടുതൽ മഴ ലഭിക്കുന്നത്. അതും എസ്പെഷ്യലി നമ്മൾ വെസ്റ്റേൺ ഗാർഡ് സ്റ്റേറ്റ്, ഇപ്പോൾ കേരളത്തിലൊക്കെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നതും ആ ഒരു സൗത്ത് വെസ്റ്റ് മൺസൂൺ ടൈമിലാണ്. നോർത്ത് ഈസ്റ്റ് മൺസൂൺ നമുക്ക് കിട്ടാറുണ്ട്, പക്ഷേ അത് ഏത് സംസ്ഥാനങ്ങളിലേക്കാണ്? ഈസ്റ്റേൺ കോസ്റ്റൽ സ്റ്റേറ്റിലേക്കും, ആന്ധ്രാപ്രദേശ് അല്ലെങ്കിൽ തമിഴ്നാട് അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലാണ് പ്രധാനമായിട്ടും ആ ഒരു ടൈം പീരീഡിൽ മഴ ലഭിക്കുന്നത്. സോ ഇങ്ങനെ ഡയറക്ഷൻ ഓഫ് വിൻഡിന്റെ ഒക്കെ ആണെങ്കിലും ആ ഒരു ഡയറക്ഷൻ ഉണ്ടാകുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിനെ മൺസൂൺ അറിയപ്പെടുന്നത്. കാരണം മൺസൂൺ എന്നുള്ള വാക്കിന് ശരിയായിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നത് സീസണൽ ചേഞ്ച് ഇൻ ദ ഡയറക്ഷൻ ഓഫ് പ്രിവെയിലിംഗ് ഓർ സ്ട്രോങ്ങസ്റ്റ് വിൻഡ് ഓഫ് റീജിയൻ. ആ റീജിയനിലൂടെ പോകുന്ന അല്ലെങ്കിൽ അനുഭവപ്പെടുന്ന സ്ട്രോങ്ങസ്റ്റ് വിൻഡ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ ഒരു പ്രിവെയിലിംഗ് വിൻഡിന്റെ ഡയറക്ഷൻ
ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ മൺസൂൺ എന്ന് ബേസിക്കലി അറിയപ്പെടുന്നത്. സീസണൽ ചേഞ്ച് ഇൻ ദ ഡയറക്ഷൻ ഓഫ് പ്രിവെയിലിംഗ് ഓർ സ്ട്രോങ്ങസ്റ്റ് വിൻഡ്സ് ഓഫ് എ റീജിയൻ. ദ മൺസൂൺ ദാറ്റ് സ്റ്റാർട്ട്സ് അറൌണ്ട് ഫസ്റ്റ് വീക്ക് ഓഫ് ജൂൺ മേക്കിംഗ് ദ ഫസ്റ്റ് ലാൻഡ് ഫോൾ ഇൻ കേരള. മൺസൂൺ കേരളത്തിലാണ് ആദ്യം ടച്ച് ചെയ്യുന്നുള്ള കാര്യം ഓർത്ത് വെച്ചത്. കാരണം കേരളമാണല്ലോ സദേ മോസ്റ്റ് ടിപ്പ് കേരളമാണ് ബേസിക്കലി വരുന്നത്. അതാണ് ഈ പറഞ്ഞത്. ഇതിന്റെ രണ്ടാമത്തെ ഭാഗമാണ് റിട്രീറ്റിംഗ് മൺസൂൺ അഥവാ നോർത്ത് ഈസ്റ്റ് മൺസൂൺ, വിച്ച് മെയിൻലി ബ്രിങ് റെയിൻ ടു ഈസ്റ്റേൺ കോസ്റ്റ് ഓഫ് ഇന്ത്യ, എസ്പെഷ്യലി തമിഴ്നാട്. ഇനി ഈ പറഞ്ഞ രീതിയിൽ മൺസൂൺ നല്ല രീതിയിലാകണമെങ്കിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് ഈ പറഞ്ഞ ടെമ്പറേച്ചറിന്റെ ഒരുപാട് ഘടകങ്ങളുണ്ട്. അവൈലബിലിറ്റി ഓഫ് എനർജി ഇൻ ദ അറ്റ്മോസ്ഫിയർ, ദെൻ ITCസിന്റെ പ്രസൻസ് നമ്മൾ പറഞ്ഞു, കൊറിയോളിസിസ് എഫക്ട് കാരണം വിൻഡ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനായിട്ട്, പിന്നെ ജെറ്റ് സ്ട്രീംസ്, അപ്പർ ലെവൽ എയർ സർക്കുലേഷൻ ആണ്, ജെറ്റ് സ്ട്രീംസിന്റെ പ്രസൻസ് ഒക്കെ തന്നെ സൗത്ത് വെസ്റ്റ് മൺസൂൺ ഒരുപാട് ഫേവറൽ ഫാക്ടേഴ്സ് ആയിട്ട് മാറാറുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ അതിൽ നിന്ന് ഓർത്തിരിക്കണം. ഇനി അടുത്ത് ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ മൺസൂണിന്റെ എഫക്ട് അറിഞ്ഞിരിക്കണം. കാരണം ഇന്ത്യൻ എക്കണോമി മെയിൻലി ഒരു അഗ്രേറിയൻ എക്കണോമി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടുത്തെ കൃഷിയാണെങ്കിലും മെയിൻ ആയിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് മൺസൂണിനെയാണ്, അല്ലെ? അല്ലാണ്ട് ഇറിഗേറ്റഡ് ആയിട്ടുള്ള വാട്ടർ ഫീൽഡ്സ് വളരെ കുറവാണ് നമ്മുടെ രാജ്യത്ത്. സോ അത്തരത്തിൽ ഒരുപാട് മൺസൂണെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കാരണം മൺസൂൺ കുറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ലീഡ് ടു പൊട്ടൻഷ്യൽ റിസ്ക് ഇൻ ദ എക്കണോമിയിൽ. അത് ഈ പറഞ്ഞ പോലെ വരൾച്ചയും കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും, അല്ലെങ്കിൽ എന്താ പറയുക, നോർമൽ റെയിൻഫോൾ നമുക്ക് കിട്ടിയില്ലെങ്കിൽ കൃഷിയൊക്കെ തന്നെ നശിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വെള്ളം ഇല്ലാണ്ട് കൃഷി നാശങ്ങളൊക്കെ ഒരുപാട് വന്നേരാനും സാധ്യതയുണ്ട്. എന്നാൽ ചില സമയങ്ങളിൽ നമുക്ക് നല്ല രീതിയിൽ മൺസൂൺ കിട്ടാറുണ്ട്. ഇപ്പൊ ഈ വർഷം പറയുവാണെങ്കിൽ, ഇപ്പൊ കഴിഞ്ഞ സമയം നമുക്ക് എൽനിനോ വർഷങ്ങളായിരുന്നു. അതായത് ഈ പറഞ്ഞാൽ നമുക്ക് മഴ കുറയുന്ന ഒരു സമയമായിരുന്നു എൽനിനോ വർഷം. എന്നാൽ ഈ വർഷം പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത് ഇറ്റ് ക്യാൻ ബി ലാനിന ഇയർ എന്നാണ്. മഴ കൂടുതലായിട്ട് കിട്ടാൻ പോകുന്ന വർഷമായിട്ടാണ് പറയപ്പെടുന്നത്. സോ അങ്ങനെ വരുന്ന വർഷങ്ങൾ തീർച്ചയായിട്ടും ഫ്ലഡ് നമ്മൾ നേരിടേണ്ടി വരും. സോ ഇങ്ങനെ ഫ്ലഡ് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഇതിലെ കൂടെ ബേസിക്കലി ഇന്ത്യയിൽ കൂടെ ഒഴുകുന്ന നദികളാണെങ്കിൽ മേജർ റിവേഴ്സ്, ഇൻഡസ് ആയിക്കോട്ടെ, ബ്രഹ്മപുത്ര ആയിക്കോട്ടെ, ഇവയൊന്നും ഇന്ത്യയിലൂടെ മാത്രമല്ല ഒഴുകുന്നത്, മറ്റ് പല രാജ്യങ്ങളിലൂടെ ഒഴുകുന്നതാണ്. അപ്പോൾ അവിടങ്ങളിലൊക്കെ ആണെങ്കിൽ ഇവ ഫ്ലഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എസ്പെഷ്യലി ചൈന, ബംഗ്ലാദേശ്, ആ മേഖലകളിലൊക്കെ തന്നെ ഇവ ഫ്ലഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ദെൻ നമ്മൾ പറഞ്ഞു, ഇപ്പം നോർമൽ കണ്ടീഷനിൽ നടക്കുന്നത്, ഇപ്പം ഈ എൽനിനോ ലാനിനയുടെ ഒരു പ്രതിഭാസം കൂടെ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. കാരണം ഈ എൽനിനോ ലാനിനോ ഒക്കെ തന്നെ വർഷങ്ങളിൽ വരുന്ന വാർത്തകളിൽ വരുന്ന വർഷങ്ങളിൽ പ്രിലിംസിൽ അത് ചോദിക്കാറുണ്ട്. സോ ഇത് നമ്മൾ ഓൾറെഡി ഒന്ന് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഈ പറഞ്ഞ ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കാം. എൽനിന ആയിക്കോട്ടെ അല്ലെങ്കിൽ ലാനിന ആയിക്കോട്ടെ, ഇത് മെയിൻലി ഒക്കർ ചെയ്യുന്നത് എവിടെയാണ് ചോദിക്കാറുണ്ട് PYQസിൽ. ഇത് മെയിൻലി ഒക്കർ ചെയ്യുന്നത് ഇക്വറ്റോറിയൽ പസഫിക് ഓഷനിലാണ് കേട്ടോ. അത് ഓർക്കണം. പസഫിക് ഓഷൻ മാത്രമല്ല, ഇക്വറ്റോറിയൽ പസഫിക് ഓഷനിലാണ് കൂടുതലായിട്ട് ഇത് ഒക്കർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒക്കർ ചെയ്യുമ്പോൾ നോർമൽ കണ്ടീഷൻ ആണ് നിങ്ങൾക്ക് ഫസ്റ്റ് ഫിഗറിൽ കാണാൻ സാധിക്കുന്നത്. അതായത് ട്രേഡ് വിൻസ്, നമ്മൾ പറഞ്ഞ ഇന്ത്യയിലേക്ക് വരുന്ന ഷിഫ്റ്റ് ചെയ്ത് വരുന്ന ട്രേഡ് വിൻസ് ആണ്. ആ ട്രേഡ് വിൻസിന്റെ മൂവ്മെന്റ് മൂലം ഈ സൗത്ത് അമേരിക്കയിൽ നിന്നും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പസഫിക് ഓഷന്റെ ഈസ്റ്റേൺ കോസ്റ്റിൽ നിന്നും ഹോട്ട് വാട്ടർ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് പൈലപ്പ് ചെയ്യപ്പെടും, ഈ ഒരു വെസ്റ്റേൺ കോസ്റ്റിലേക്ക് പൈലപ്പ് ചെയ്യപ്പെടും. ഇത്തരത്തിൽ പൈലപ്പ് ചെയ്യുമ്പോഴേക്കും പസഫിക് ഓഷനിലെ വെസ്റ്റേൺ കോസ്റ്റിൽ ചൂട് കൂടുകയും ലോ പ്രഷർ ക്രിയേറ്റ് ചെയ്യും. അപ്പം താരതമ്യേന ഹൈ പ്രഷർ, ഈ മേഖല ഹൈ പ്രഷറായിട്ട് മാറും, ഇവിടം ലോ പ്രഷറായിട്ട് മാറും. സോ വിൻഡ് ഇങ്ങോട്ടേക്ക് കൂടുതൽ ശക്തിയായിട്ട് മൂവ് ചെയ്യും. അപ്പോൾ അത് ട്രേഡ് വിൻഡിനെ സ്ട്രെങ്തൻ ചെയ്യും. അങ്ങനെ സ്ട്രെങ്തൻ ചെയ്ത ട്രേഡ് വിൻഡ് കൂടുതൽ മഴ ഇന്ത്യയിലേക്ക് കൊണ്ടുവരും. ആ കൂടുതൽ മഴ കിട്ടുവാണെങ്കിൽ ആ സിറ്റുവേഷനാണ് നമ്മൾ ലാനിന എന്ന് അറിയപ്പെടുന്നത്. എന്നാൽ ഇതിന് ഓപ്പോസിറ്റ് നടക്കാന്ന് വിചാരിക്കാം. അതായത് ഈ പറഞ്ഞ പോലെ ഇവിടം തണുപ്പാകുന്നു, ഈ പറഞ്ഞ പോലെ വെസ്റ്റേൺ കോസ്റ്റ് കമ്പാരിറ്റീവ്ലി കൂളർ ആകുന്നു, ഈസ്റ്റേൺ കോസ്റ്റ് കമ്പാരിറ്റീവ്ലി ഹീറ്റപ്പ് ചെയ്യപ്പെടുന്നു, അവിടെ ലോ പ്രഷർ ഏരിയ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ കാറ്റ് എവിടെ നിന്ന് എങ്ങോട്ടേക്ക് വീശും? ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് കാറ്റ് വീശാനായിട്ട് തുടങ്ങും. അങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് കാറ്റ് വീശി കഴിഞ്ഞാൽ ട്രേഡ് വിൻഡിനെ വീക്കൻ ചെയ്യും. അങ്ങനെ ട്രേഡ് വിൻഡ് വീക്കൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ആവശ്യത്തിന് മഴ കിട്ടാതെ വരുന്നത്. ആ വർഷങ്ങളെയാണ് നമ്മൾ എൽ നിനോ വർഷങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. സോ എൽ നിനോ, ഓക്കെ, സ്പെല്ലിംഗ് എൽ നിനോ ഇയർ എന്ന് അറിയപ്പെടുന്നത്. സോ എൽ നിനോ വർഷങ്ങളിൽ ഈ പറഞ്ഞ നമുക്ക് മഴ വളരെ കുറവായിരിക്കും, റെയിൻഫോൾ വളരെ കുറവായിരിക്കും. ഇന്ത്യ സ്പെസിഫിക് ആയിട്ട് പറയുന്ന റെയിൻഫോൾ വളരെ കുറവായിരിക്കും, ഡ്രോട്ട് ആയിരിക്കും മെയിൻലി ഉണ്ടാവുക. ലാനിന ഇയേഴ്സിൽ ബേസിക്കലി നമുക്ക് റെയിൻഫോൾ എങ്ങനെയായിരിക്കും? റെയിൻഫോൾ കൂടുതലായിരിക്കും, ഫ്ലഡ് ഒരുപാട് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓക്കെ, അപ്പം നോർമൽ ഇയറിന്റെ ഇന്റൻസിഫിക്കേഷൻ ആണ് ലാനിന വർഷങ്ങളിൽ നടക്കുന്ന കാര്യം ഓർക്കാൻ മതി, കൂടുതൽ മഴ കിട്ടുന്നത്. എന്നാൽ നോർമലിന്റെ അത്രയും പോലും മഴ കിട്ടാത്ത വർഷങ്ങളെയാണ് നമ്മൾ എൽ നിനോ എന്ന് ബേസിക്കലി അറിയപ്പെടുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടതായിട്ടുള്ളത്. ഇനി നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു കാര്യം കൂടെ ഓർക്കണം. ഇപ്പം മൺസൂണെ ഡിപ്പെൻഡ് ചെയ്യുന്ന നമ്മുടെ ഈ എൽനിനോ ലാനിന അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, കൊറിയോളിസ് ഫോഴ്സ് മാത്രമല്ല. കൊറിയോളിസ് ഫോഴ്സും ആ കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യമുണ്ട്. ITCസിലൊക്കെ ഒരുപാട് ഫാക്ടറാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ 1-2 ഫാക്ടേഴ്സ് ആയ മസക്രിൻ ഹൈ സിങ്ക് ഏരിയയുടെ പ്രസൻസ് ഉണ്ടായിരിക്കണം. പിന്നെ സബ് ട്രോപ്പിക്കൽ ജെറ്റ് സ്ട്രീമിന്റെ എഫക്ട് കൃത്യമായിട്ട് കയറി വരുന്നുണ്ട്. സബ് ട്രോപ്പിക്കൽ ജെറ്റ് സ്ട്രീം ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ കോണ്ടിന്റെ ഇന്ത്യയുടെ മുകളിൽ നിന്ന് കഴിഞ്ഞ് നമുക്ക് അത്ര മഴ കിട്ടത്തില്ല. അവ ടിബറ്റും പ്ലാറ്റുവിന്റെ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ കൂടുതൽ കാറ്റ് ഇന്ത്യയിലേക്ക് കയറി വരുള്ളൂ. അപ്പം സബ് ട്രോപ്പിക്കൽ ജെറ്റ് സ്ട്രീമിന്റെ പ്രസൻസ് മീൻസ് അതിന്റെ ഒരു സിറ്റുവേഷന്റെ എഫക്ട് വരുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ മസാക്രിൻ ഹൈയുടെ പ്രസൻസ് വരുന്നുണ്ട്, ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ, അങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സും ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എൽനിനോ വർഷങ്ങളാണ് അല്ലെങ്കിൽ ലാനിന വർഷമാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മഴ കൂടുതൽ കിട്ടണം നിർബന്ധമില്ല. പോസിബിലിറ്റി ഉണ്ട്, എല്ലാ ഫാക്ടേഴ്സും ചേർന്ന് വരികയാണെങ്കിൽ അതിനകത്ത് പോസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, സോ നമ്മൾ രണ്ടാമത്തെ ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യണം. സയൻസ് ആൻഡ് ടെക്നോളജി ആർട്ടിക്കിളാണ്. സ്റ്റാർട്ടപ്പ് അഗ്നികുൽ ലോഞ്ചസ് വേൾഡ്സ് ഫസ്റ്റ് റോക്കറ്റ് വിത്ത് ഫുള്ളി 3D പ്രിന്റഡ് എഞ്ചിൻ എന്നാണ് വാർത്തയുടെ ഹെഡ്ലൈൻ ആയിട്ട് വന്നിരിക്കുന്നത്.
അപ്പോൾ ഇതിനകത്ത് ഈ ഒരു പിക്ചറിൽ കാണുന്നതാണ് നിങ്ങൾക്ക് അഗ്നികുൾ റോക്കറ്റ് കാണാനായിട്ട് സാധിക്കും. ഇറ്റ് ഹാസ് ബീൻ ലോഞ്ച്ഡ് ഫ്രം ദ ഇന്ത്യസ് ഫസ്റ്റ് പ്രൈവറ്റ് ലോഞ്ച് പാഡ്. ഇതാണ് അതിന് മറ്റൊരു പ്രത്യേകത. പ്രൈവറ്റ് ലോഞ്ച് പാഡ് എന്നാണ് ഇന്ത്യസ് ഫസ്റ്റ് ലോഞ്ച് ഫ്രം പ്രൈവറ്റ് ലോഞ്ച് പാഡ് നോൺ ആസ് ധനുഷ്. ആ ലോഞ്ച് പാഡിന്റെ പേരാണ് ധനുഷ്. അഗ്നികുളിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ലോഞ്ച് പാഡാണ്. അപ്പോൾ അഗ്നികുൾ എന്നുള്ള കമ്പനി അഗ്നികുൾ കോസ്മോസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ളതാണ് കമ്പനിയുടെ ഫുൾ നെയിം. ചെന്നൈ ഹെഡ് ക്വാർട്ടർ ചെയ്തിരിക്കുന്ന സ്പേസ് സ്റ്റാർട്ടപ്പ് ആണ്. വേൾഡ്സ് ഫസ്റ്റ് റോക്കറ്റ് നോൺ ആസ് അഗ്നിബാൻ സബ് ഓർബിറ്റൽ ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ വിത്ത് എ സിംഗിൾ പീസ് 3D പ്രിന്റഡ് എഞ്ചിൻ ആണ്. അപ്പോൾ സിംഗിൾ പീസ് 3D പ്രിന്റഡ് എഞ്ചിനാണ് ബേസിക്കലി ഈ റോക്കറ്റിനെ പ്രത്യേകത കൽപ്പിക്കുന്നത്. അത്തരത്തിലുള്ള ആദ്യത്തെ റോക്കറ്റാണ് ഈ അഗ്നികുൾ കോസ്മോസ് നിർമ്മിച്ച അഗ്നിബാൻ സബ് ഓർബിറ്റൽ ടെക്നോളജി ഡെമോൺസ്ട്രേറ്റ് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. സോ ഇന്ത്യസ് ഫസ്റ്റ് ലോഞ്ച് ഫ്രം പ്രൈവറ്റ് ലോഞ്ച് പാഡ് കൂടിയാണിത്. പിന്നെ ഇന്ത്യയുടെ ഫസ്റ്റ് സെമി ക്രയോജനിക് എഞ്ചിൻ പവർഡ് റോക്കറ്റ് കൂടിയാണിത്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കണം എന്താണ് ക്രയോജനിക് ആദ്യം നോക്കണം. ക്രയോജനിക് ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് എ ഫീൽഡ് ഇൻ വിച്ച് മെറ്റീരിയൽ സച്ച് ആസ് ലിക്വിഫൈഡ് ഗ്യാസസ് can be stored, transported and used at ultra low temperatures, generally less than -160°C. അത്രയും താഴ്ന്ന ടെമ്പറേച്ചറിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ലിക്വിഫൈഡ് ഗ്യാസസിനെ ഉപയോഗിക്കാനായിട്ടുള്ള സ്റ്റോർ ചെയ്യുകയും ട്രാൻസ്പോർട്ട് ചെയ്യുകയും ഉപയോഗിക്കാൻ ചെയ്യാൻ പറ്റുന്ന ടെക്നോളജിയാണ് ക്രയോജനിക് എഞ്ചിൻ ടെക്നോളജി എന്നറിയപ്പെടുന്നത്. നിലവിൽ പറയുവാണെങ്കിൽ ഇന്ത്യ ക്രയോജനിക്കിൽ ഈ പറഞ്ഞ പോലെ എഞ്ചിൻ നിർമ്മിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ക്രയോജനിക് ടെക്നോളജി വെച്ചിട്ടുള്ള എഞ്ചിൻ നിർമ്മിക്കുന്നതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. മെയിൻലി നമ്മൾ GSLV റോക്കറ്റുകൾക്കകത്ത് അത് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, എന്നാൽ ഇവിടെ ഇപ്പം പറഞ്ഞു അപ്പം അതുപോലെ തന്നെ ക്രയോജനിക് എഞ്ചിൻ ടെക്നോളജി നമ്മൾ ഉപയോഗിക്കുന്നത് ലിക്വിഡ് ഓക്സിജനും ഹൈഡ്രജനുമാണ്. ലിക്വിഡ് ഹൈഡ്രജനുമാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിച്ച് GSLV DF റോക്കറ്റും അതുപോലെ തന്നെ ഇപ്പം നിലവിൽ ഈ പറഞ്ഞ പോലെ ISRO GSLV റോക്കറ്റ് എന്ന് പറയുമ്പോൾ ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 റോക്കറ്റ്സ് ആണ്. സോ ഇതിന്റെ അപ്പർ സ്റ്റേജ് ക്രയോജനിക് ആണ്. GSLV മാർക്ക് 3 അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 ഈ പറഞ്ഞ പോലെ അപ്പർ സ്റ്റേജ് ക്രയോജനിക് ടെക്നോളജി വെച്ച് വർക്ക് ചെയ്യുന്ന എഞ്ചിനാണുള്ളത്. എന്നാൽ ഇവിടെ ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്നത് സെമി ക്രയോജനിക് ആണ്. സോ സെമി ക്രയോജനിക് എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് പറഞ്ഞു ലിക്വിഡ് ഹൈഡ്രജനും ലിക്വിഡ് ഓക്സിജനും ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ ഉപയോഗിക്കുന്ന ലിക്വിഡ് ഹൈഡ്രജന് പകരം റിഫൈൻഡ് കെറോസിൻ ആണ് ഉപയോഗിക്കുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ലിക്വിഡ് ഹൈഡ്രജൻ റിഫൈൻഡ് കെറോസിൻ ഇസ് യൂസ്ഡ്, വെറാസ് ദ ലിക്വിഡ് ഓക്സിജൻ ഇസ് സ്റ്റിൽ യൂസ്ഡ് ആസ് ഓക്സിഡൈസർ. അഡ്വാൻറ്റേജ് ഈ റിഫൈൻഡ് കെറോസിൻ ഉപയോഗിക്കുന്ന അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ലൈറ്റർ, കമ്പാരിറ്റീവ്ലി റോക്കറ്റ് ആണെങ്കിലും ഓൾമോസ്റ്റ് നമ്മുടെ നോർമൽ ക്രയോജനിക് എഞ്ചിൻ വെച്ചിട്ടുള്ള റോക്കറ്റിനേക്കാളും ലൈറ്റർ ആയിട്ട് മാറാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ഇത്രയാണ് ആ ഒരു ആർട്ടിക്കിളിൽ നിന്ന് മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത്. എന്താണ് സെമി ക്രയോജനിക് എഞ്ചിനും ക്രയോജനിക് തമ്മിൽ വ്യത്യാസം ഓർക്കണം. പിന്നെ ഈ അഗ്നികുൽ എന്നുള്ളത് റീസെന്റ് സീൻ വെച്ച് വേണമെങ്കിൽ അങ്ങനെ ചോദിക്കാം. അത് ഈ പറഞ്ഞ പോലെ ഇന്ത്യയിൽ നിർമ്മിച്ച ഇൻഡിജിനസ് ആയിട്ട് നമ്മൾ നിർമ്മിച്ച സെമി ക്രയോജനിക് എഞ്ചിനാണ് വിത്ത് സിംഗിൾ പീസ് 3D പ്രിന്റഡ് എഞ്ചിൻ ടെക്നോളജിയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കാര്യം കൂടി കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിളിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടതായിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്ത ആർട്ടിക്കിളാണ്. ഇതാണ് ന്യൂസ് പേപ്പറിലെ ഒരു പിക്ചറാണ് ബേസിക്കലി ഇത്. ഇറ്റ് ഹാസ് ബീൻ ഷോട്ട് ഫ്രം ഇന്ദിരാഗാന്ധി സുവോളജിക്കൽ പാർക്ക് വിശാഖപട്ടണത്തിലുള്ള ഇന്ദിരാഗാന്ധി സുവോളജിക്കൽ പാർക്കിലെ ഫോട്ടോയാണ് ബേസിക്കലി. അതായത് ചൂട് കാരണം ടൈഗേഴ്സിനൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ഈ പറഞ്ഞ പോലെ അവരുടെ ദേഹം തണുപ്പിക്കാനായിട്ട് അവിടെ സ്പ്രിംഗ്ലർ സിസ്റ്റം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും എടുത്തിരിക്കുന്ന ഒരു പിക്ചറാണ് ബേസിക്കലി ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. എനിവേ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് മെയിനായിട്ട് നമുക്ക് എക്സാമിന് പഠിക്കാനുള്ള ആ ഒരു ടൈഗർ കൺസർവേഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. അതുപോലെ ടൈഗർ സ്റ്റേറ്റുകൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ ടൈഗർ നേഷൻസ് ഏതൊക്കെയാണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. സോ ടൈഗേഴ്സിനെ മെയിനായിട്ട് വൈൽഡ് ടൈഗേഴ്സിനെ കാണപ്പെടുന്നത് 13ഓളം രാജ്യങ്ങളിലാണ്. ഇന്ത്യ ഇതിനകത്ത് വൺ ഓഫ് ദ കൺട്രി കൂടിയാണ്. മെയിൻലി സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് ആണ് ഇതിന്റെ ലിസ്റ്റിനകത്ത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 13 രാജ്യങ്ങളിലാണ് മെയിനായിട്ട് ഏഷ്യയിൽ ഇതിനെ കാണപ്പെടുന്നുള്ള കാര്യം ഓർക്കുക. റഷ്യയിലും കാണപ്പെടുന്നുണ്ട്. റഷ്യയിലും ചൈന ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത്രയും രാജ്യങ്ങളാണ്, 13 രാജ്യങ്ങളായിട്ടാണ് വൈൽഡ് ടൈഗേഴ്സിനെ കാണപ്പെടുന്നത്. ഇനി ഇവയുടെ കൺസർവേഷൻ സ്റ്റാറ്റസ് നോക്കുവാണെങ്കിൽ എൻഡേഞ്ചർഡ് ആണ് ടൈഗേഴ്സിന്റെ. പിന്നെ മറ്റൊരു പ്രത്യേകത നമ്മൾ പറഞ്ഞു, പ്രൊജക്ട് ടൈഗറിന്റെ 50th ഇയർ ആണ്. 1973 പ്രൊജക്ട് ടൈഗർ ഇനീഷ്യേറ്റ് ചെയ്തത്. അതിന്റെ 50th ഇയർ കൂടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് ചാൻസസ് ഉണ്ട് അപ്കമിംഗ് ഫിലിംസിന് ഇത് ചോദ്യമായിട്ട് വരാനായിട്ട്. ഓക്കെ, സോ പ്രൊജക്ട് ടൈഗർ ഒരു ടൈഗർ കൺസർവേഷൻ പ്രോഗ്രാമാണ്. ലോഞ്ച് ഇൻ 1973 ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആൻഡ് അഡ്മിനിസ്ട്രേഡ് ബൈ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി. എസ്റ്റാബ്ലിഷ് ചെയ്ത ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്, അഡ്മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി ആണെന്നുള്ള കാര്യം ഓർക്കാം. റോയൽ ബംഗാൾ ടൈഗറിന്റെ IUCN സ്റ്റാറ്റസ് എൻഡേഞ്ചേർഡ് ആണ് കേട്ടോ. IUCN സ്റ്റാറ്റസ് ഇവയുടെ എൻഡേഞ്ചേർഡ് ആണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ദെൻ ഈ ഒരു പ്രൊജക്ട് ടൈഗർ നടപ്പാക്കിയതുകൊണ്ടുള്ള നമുക്ക് കിട്ടിയ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രൊജക്ട് ടൈഗർ നടപ്പാക്കിയ സമയത്ത് 1973 ഏകദേശം 9 ടൈഗർ റിസർവ്സ് മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പ്രസന്റ്ലി പറയുവാണെങ്കിൽ 18 സംസ്ഥാനങ്ങളായിട്ട് 54 ടൈഗർ റിസർവ്സ് ആണ് ഇന്ത്യക്കുള്ളത്. അത് ഇന്ത്യയുടെ ടോട്ടൽ ലാൻഡ് ഏരിയയുടെ 2.38% ടൈഗർ റിസർവ് പ്രൊട്ടക്റ്റഡ് തന്നെയാണ്. ദെൻ 2022 എടുത്ത ലേറ്റസ്റ്റ് കണക്കുകൾ പ്രകാരം ലോകത്തിലെ 3/4 നമ്പർ ഓഫ് ടൈഗേഴ്സും എവിടെയാണെന്നാണ് പറയുന്നത്, ഇന്ത്യയിൽ തന്നെയാണ്. വേൾഡ്സ് ടൈഗേഴ്സിന്റെ 3/4 എണ്ണവും ഈ പറഞ്ഞ പോലെ ഇന്ത്യയിൽ തന്നെയാണെന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പിന്നെ ഈ എം സ്ട്രിപ്സ്
PYQ ആണ്, നേരത്തെ UPSC ചോദിച്ചിട്ടുള്ളതാണ്. MSTEP ഒരു സോഫ്റ്റ്വെയർ ബേസ്ഡ് മോണിറ്ററിംഗ് സിസ്റ്റമാണ് ഡെവലപ്ഡ് ബൈ NDC in 2010 to assist petrol and protect tiger habitats in India. ഓക്കെ, സോ ഇത്രയാണ് പ്രൊജക്ട് ടൈഗറിന്റെ ഭാഗമായിട്ട്. പിന്നെ NDCയുടെ കാര്യം, NDC നമ്മൾ പറഞ്ഞു പ്രൊജക്ട് ടൈഗറിന്റെ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട് ഗവൺമെന്റ് രൂപീകരിച്ച ബോഡിയാണ്. ഇൻ 2005 ആണ് ചെയ്തത്, അണ്ടർ ദ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972. അതുകൊണ്ട് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഫോളോയിങ് റെക്കമെൻഡേഷൻ ടൈഗർ ടാസ്ക് ഫോഴ്സ്. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ് ടു റീഓർഗനൈസ് ദ മാനേജ്മെന്റ് ഓഫ് പ്രൊജക്ട് ടൈഗർ ആൻഡ് മെനി ടൈഗർ റിസർവ്സ്. പ്രൊജക്ട് ടൈഗറിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് നടത്താനായിട്ടും ടൈഗർ റിസർവ്സ് കൃത്യമായിട്ടും മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്, നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അത്രയാണ് ആ ഒരു ആർട്ടിക്കിളിൽ നിന്ന് മെയിൻ ആയിട്ട് നമുക്ക് നോക്കാനായിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത എക്കണോമിക്സിന്റെ ആർട്ടിക്കിളാണ്. RBI സ്പെസിഫൈസ് ഫ്രെയിംവർക്ക് ഫോർ SRO, സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻ എന്നുള്ളതിന്റെ ഷോർട്ടാണ് SRO, സെൽഫ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഫോർ ഫിൻടെക് ഫേംസ്. അപ്പോൾ ഇതിനകത്ത് കീവേഡ് അതാണ് ഫിൻടെക് ഫേംസ് എന്നുള്ളതാണ് കീവേഡ് ഉദ്ദേശിക്കുന്നത്. ഈ ഫിൻടെക് ഫേംസിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് RBI ഓരോ റെഗുലേഷൻസ് ഇറക്കിയിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. സോ എനിവേ, എന്താണ് ഫിൻടെക് എന്നുള്ള ഓർക്കണം, ഇത് രണ്ട് വാക്കുകളുടെ കോമ്പിനേഷൻ ആണ്, ഫിനാൻഷ്യൽ ആൻഡ് ടെക്നോളജി ആണ് ഉദ്ദേശിക്കുന്നത്. സോ ഫിൻടെക് ഫേംസ് റെഫേഴ്സ് ടു ബിസിനസ്സസ് ദാറ്റ് യൂസ് ടെക്നോളജി ടു എൻഹാൻസ് ഓർ ഓട്ടോമേറ്റ് ഫിനാൻഷ്യൽ സർവീസസ് ആൻഡ് പ്രോസസ്സസ്. ഫിനാൻഷ്യൽ സർവീസസും പ്രോസസ്സും ഈ പറഞ്ഞ പോലെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ടെക്നോളജികളൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ബിസിനസ്സുകളെയാണ് നമ്മൾ എങ്ങനെ വിളിക്കുന്നത്, ഫിൻടെക് കമ്പനീസ് എന്ന് ബേസിക്കലി വിശേഷിപ്പിക്കുക. റെഫേഴ്സ് ടു ബിസിനസ് ദാറ്റ് യൂസ് ടെക്നോളജി ടു എൻഹാൻസ് ഓർ ഓട്ടോമേറ്റ് ഫിനാൻഷ്യൽ സർവീസസ് ആൻഡ് പ്രോസസ്സസ്. അപ്പോൾ ഇങ്ങനെയുള്ള ഏതൊക്കെ തരം കമ്പനികൾ ഇന്ത്യയിലുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പേയ്മെന്റ് കമ്പനീസ്, ഡിജിറ്റലായിട്ട് ഈ പറഞ്ഞ പേയ്മെന്റുകളൊക്കെ നൽകാൻ സഹായിക്കുന്ന പിയർ ടു പിയർ പേയ്മെന്റ്സ്, ഭാരത് പേ, ഫോൺ പേ, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ നമുക്ക് പറയാം. ലെൻഡിങ്ങിന്റെ കാര്യത്തിലേക്ക് ക്രെഡിറ്റ് ലെൻഡിങ് ആണ് ഉപയോഗിക്കുന്നത്, ഡിജിറ്റൽ ലെൻഡിങ് സൊല്യൂഷൻസ്. എക്സാമ്പിൾ ക്രെഡ് ആപ്പ് എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ക്രെഡ് ഒക്കെ ലെൻഡിങ് ബേസ്ഡ് ആയിട്ടുള്ള ഫിൻടെക് കമ്പനീസ് ആണ്. പേഴ്സണൽ ലോൺസ്, ബിസിനസ് ലോൺസ് ഇതൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കും, ഓൺലൈനായിട്ട് കൊടുക്കാൻ സാധിക്കും. അവിടെയാണ് വ്യത്യാസം ഇരിക്കുന്നത്. നോർമൽ ഒരു ഫിസിക്കൽ ബ്രാഞ്ച് പോലെ അല്ല ആക്ട് ചെയ്യുന്ന, ഓൺലൈനായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നവയാണ് നമ്മൾ ഫിൻടെക് കമ്പനീസ് കൊടുക്കുന്നത്. അതിനകത്ത് പേയ്മെന്റ് കമ്പനീസ് ഉണ്ട്, ലെൻഡിങ് കമ്പനീസ് ഉണ്ട്, ഇൻഷുറൻസ് കമ്പനീസ് ഉണ്ട്. ഇപ്പോൾ ഇൻഷുറൻസ് ആണ് നമ്മൾ ഓൺലൈനായിട്ടല്ല പർച്ചേസ് ചെയ്യുന്നത്. സോ ഇൻഷുറൻസ് കമ്പനീസ് ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ് കമ്പനീസ് ഉണ്ട്. ഇവയെല്ലാം എന്തുതരം കമ്പനീസ് ആണ്, ഫിൻടെക്. പക്ഷേ എല്ലാത്തരം ഈ പറഞ്ഞ പോലെ ഇൻഷുറൻസ് കമ്പനീസും ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് നോക്കരുത്. മീൻസ് ഇതിനെല്ലാം കൂടെ ചേർന്നിട്ടുള്ള വാക്കാണ് ഫിൻടെക് എന്ന് ഓർക്കേണ്ടത്. UPSC ചിലപ്പോൾ തെറ്റിച്ച് ചോദിക്കും, ഓൾ ഫിൻടെക് കമ്പനീസ് ആർ ലെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാ. എല്ലാ ഫിൻടെക് കമ്പനീസ് ലെൻഡിങ് അല്ല. കാരണം ഫിൻടെക് കമ്പനീസിൽ ചില കമ്പനീസ് ആണ് ലെൻഡിങ്, അതായത് ഫിനാൻഷ്യൽ പരമായിട്ട് അവരവരുടെ ആക്ടിവിറ്റീസ്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള അവരുടെ ആക്ടിവിറ്റീസ് ഡിജിറ്റലി ചെയ്യുന്ന കമ്പനീസിനെയാണ് ഫിൻടെക് കമ്പനീസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇൻഷുറൻസ് കമ്പനികൾ, ലെൻഡിങ് കമ്പനീസ്, പേയ്മെന്റ് കമ്പനീസ്, ഇൻവെസ്റ്റ്മെന്റ് കമ്പനീസ്, ഇവരെല്ലാം ഫിൻടെക്കാണ്. പക്ഷേ എല്ലാ പേയ്മെന്റ് കമ്പനീസും ഈ പറഞ്ഞ പോലെ ലെൻഡിങ് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരെ തിരിച്ച് നമ്മൾ പറയരുത്. ഇതിനകത്ത് ലെൻഡിങ് ചെയ്യുന്നത് ചില ലെൻഡിങ്ങിന് കപ്പാസിറ്റി ഉള്ള കമ്പനീസ് മാത്രമാണ് ചെയ്യുന്നത്. പേയ്മെന്റ് ആയിട്ടുള്ള കമ്പനീസ് ഉണ്ട്, ഇൻഷുറൻസ് കമ്പനീസ്, ഇൻവെസ്റ്റ്മെന്റ് കമ്പനീസ്, ഇവരെല്ലാം എന്തുതരം കമ്പനീസ് ആണ്, ഫിൻടെക് കമ്പനീസ് ആണെന്നുള്ള കാര്യം ഓർക്കുക. എന്നാൽ നേരെ തിരിച്ച് എല്ലാ ഫിൻടെക് കമ്പനിയും പേയ്മെന്റ് കമ്പനിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അതേപോലെ എല്ലാ ഫിൻടെക് കമ്പനിയും ലെൻഡിങ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. എല്ലാ ഫിൻടെക് കമ്പനിയും ഇൻഷുറൻസ് ആണോ എന്ന് ചോദിച്ചാലും അല്ല. ഓക്കെ, ബട്ട് ഇവരെല്ലാം എന്തുതരം കമ്പനീസിന്റെ എക്സാമ്പിൾസ് തന്നെയാണ്, ഫിൻടെക് കമ്പനീസിന്റെ എക്സാമ്പിൾസ് ആണ്. ദെൻ ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ ടെക്നോളജി ഈ ഒരുപാട് വാർത്തകൾ ഉണ്ടായിരുന്നതാണ്. കാരണം ഇപ്പോൾ ഡിജിറ്റൽ റവല്യൂഷൻ ഒക്കെ നടക്കുന്ന കാരണം. സോ ഫിനാൻഷ്യൽ ടെക്നോളജി ഇന്ത്യയിൽ ഈ പറഞ്ഞ പോലെ ഫിൻടെക് കമ്പനീസിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഗവൺമെന്റ് ലോഞ്ച് ചെയ്ത് 1-2 പ്രോഗ്രാംസ് ഉണ്ട്. നോൺ ആസ് ജാം ട്രിനിറ്റി, അതായത് ജൻധൻ യോജന, എല്ലാ ആൾക്കാർക്കും ഈ പറഞ്ഞ പോലെ ന്യൂ ബാങ്ക് അക്കൗണ്ട് കൊടുക്കാനായിട്ടുള്ള എൻറോൾമെന്റ് ചെയ്യാനുള്ള, ദെൻ ആധാർ കാർഡ് ഇഷ്യൂ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മൊബൈൽ കണക്ടിവിറ്റി. അപ്പം ജൻധൻ ആധാർ മൊബൈൽ കണക്ടിവിറ്റി ചേർത്തിട്ടാണ് ജാം എന്നറിയപ്പെടുന്നത്. ജാം ട്രിനിറ്റി ഈ പറഞ്ഞ പോലെ അതിലൂടെ നമുക്ക് ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്താനായിട്ട് സാധിക്കും. നമ്മുടെ അക്കൗണ്ടും ഈ പറഞ്ഞ പോലെ മൊബൈലും തമ്മിൽ കണക്റ്റഡ് ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഡിജിറ്റലായിട്ട് മണി ട്രാൻസ്ഫറിങ് കാര്യങ്ങളൊക്കെ സാധിക്കും. പിന്നെ UPI ട്രാൻസ്ഫറുകൾ പോസിബിൾ ആണ്. ദെൻ RBIയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഡിജിറ്റൽ റുപ്പി, റുപ്പി എന്നറിയപ്പെടുന്ന ഡിജിറ്റൽ റുപ്പി, റുപ്പി. ഓക്കെ, റുപ്പിയും ഈ മേഖലയിലെ പുതിയ അപ്ഡേറ്റഡ് കറണ്ട് അഫയേഴ്സ് ആണ്. സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസിയാണ് റുപ്പി എന്ന് അറിയപ്പെടുന്നത്. വിച്ച് ക്യാൻ ഓൾസോ ഹെൽപ്പ് ഇൻ ആക്സിലേറ്റ് ദ ഗ്രോത്ത് ഓഫ് ഫിൻടെക് മാർക്കറ്റ് ഇൻ ഇന്ത്യ എന്നുള്ള കാര്യം ഓർത്തേക്കാം. സോ ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ വ്യക്തമായിട്ട് പഠിക്കേണ്ടത്. ഇനി നമ്മൾ എഡിറ്റോറിയൽ പേജിൽ ആർട്ടിക്കിളാണ് ഇന്ത്യ ആൻഡ് ദ മാനേജ്ഡ് കെയർ പ്രോമിസ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ആർട്ടിക്കിൾ മെയിനായിട്ട് സ്കോപ്പ് ചെയ്യുന്നത് മെയിൻലി പറഞ്ഞ നമ്മുടെ യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ആദ്യമേ നമ്മൾ എന്താണ് യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് എന്നുള്ള അറിയണം. പിന്നെ ഇന്ത്യയിലെ യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നടപ്പാക്കിയ സ്കീമാണ് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് മെയിൻലി ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് മീൻസ് ദാറ്റ് ഓൾ പീപ്പിൾ ഹാവ് ആക്സസ് ടു ദ ഫുൾ റേഞ്ച് ഓഫ് ക്വാളിറ്റി ഹെൽത്ത് സർവീസസ് ദേ നീഡ് when and where they
നീഡ് ദം വിത്തൗട്ട് ഫിനാൻഷ്യൽ ഹാർഡ്ഷിപ്പ്. നമ്മൾ പഠിക്കുന്നതാണ് മെയിൻലി നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഔട്ട് ഓഫ് ദ പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ഉണ്ടാകുന്ന ഒരു മേഖലയാണ് ഹെൽത്ത് കെയർ മേഖല. കാരണം അതിന് പല കാര്യങ്ങളുണ്ട്. ഒന്ന്, ഹെൽത്ത് കെയർ മേഖലയിൽ നമ്മുടെ ഗവൺമെന്റിന്റെ പ്രസൻസ് വളരെ കുറവാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചതാണ് അല്ലെ, ഇന്ത്യയുടെയും ചൈനയുടെയും എക്സ്പെൻഡിച്ചർ താരതമ്യം ചെയ്തുകൊണ്ട് നമ്മളൊരു ആർട്ടിക്കിൾ എഴുതും പറഞ്ഞതാണ്. ചൈനയിൽ നോക്കുവാണെങ്കിൽ പ്രൈവറ്റ് എക്സ്പെൻഡിച്ചർ കുറവാണ്. അവിടെ കൂടുതൽ എക്സ്പെൻഡിച്ചർ ആരാണ്? ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, അതായത് പബ്ലിക് എക്സ്പെൻഡിച്ചർ. പക്ഷേ ഇന്ത്യയിൽ നേരെ തിരിച്ച് പ്രൈവറ്റ് എക്സ്പെൻഡിച്ചർ കൂടുതലും പബ്ലിക് എക്സ്പെൻഡിച്ചർ കുറവാണ്. എസ്പെഷ്യലി ഹെൽത്ത് കെയർ മേഖല നമുക്കത് പറയേണ്ടതായിട്ട് തന്നെ വരും. കാരണം ഭൂരിഭാഗവും ആശുപത്രികൾ പ്രൈവറ്റ്ലി ഓൺഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് ആണ്. സോ അവിടങ്ങളിൽ ട്രീറ്റ്മെന്റിന് കോസ്റ്റ് വളരെയധികം കൂടുതലായിരിക്കും കമ്പയർഡ് ടു ഗവൺമെന്റ് ഹോസ്പിറ്റൽ. സോ അതൊരു ബുദ്ധിമുട്ടുണ്ട് ജനങ്ങൾക്ക്. പിന്നെ രണ്ടാമതായിട്ട് പറയുവാണെങ്കിൽ ഹെൽത്ത് കെയർ ഇൻഷുറൻസ് നമ്മളിൽ പല ആളുകൾക്ക് ഉണ്ടാവത്തില്ല. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം കുറച്ചെങ്കിലും സേവിങ്സ് ഉണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റൽ എക്സ്പെൻസ് വരുമ്പോഴേക്കും ജനങ്ങളുടെ ഈ സേവിങ്സ് എല്ലാം തീരുന്ന ഒരു പ്രശ്നവും ഇവിടെ ഉണ്ടാകാറുണ്ട്. സോ ഇതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് അത്യാവശ്യം ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കുറവുള്ള ആളുകളിലേക്ക് ആദ്യം എത്തിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് മെയിനായിട്ട് എത്തിക്കാനായിട്ട് ലോഞ്ച് ചെയ്തൊരു സ്കീമാണ് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന, PM ആയുഷ്മാൻ ഭാരതിന്റെ കീഴിലാണ്. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. അപ്പോൾ ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള ഹെൽത്ത് കെയർ പ്രൊട്ടക്ഷൻ ഒക്കെ നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ നമ്പർ 3 നമുക്ക് കാണാൻ സാധിക്കും. ബെറ്റർ ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് കാണാനായിട്ട് സാധിക്കുന്നതാണ്. സോ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ, അപ്പോൾ എന്താണ് യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ആളുകളിലേക്കും ആരോഗ്യത്തിന്റെ സംരക്ഷണം എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. മീൻസ് ദാറ്റ് ഓൾ പീപ്പിൾ ഹാവ് ആക്സസ് ടു ദ ഫുൾ റേഞ്ച് ഓഫ് ക്വാളിറ്റി ഹെൽത്ത് സർവീസസ് ദേ നീഡ്. അവർക്ക് ആവശ്യമുള്ള ക്വാളിറ്റി ഹെൽത്ത് സർവീസസ് ഒരുക്കി കൊടുക്കുക. ആൻഡ് ദാറ്റ് ടു വെൻ ആൻഡ് വെയർ ദേ നീഡ് ദം വിത്തൗട്ട് ഫിനാൻഷ്യൽ ഹാർഡ്ഷിപ്പ്. ഫിനാൻഷ്യൽ പരമായിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കാതെ അവർക്ക് ക്വാളിറ്റി ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇന്ത്യയിൽ അതിനുവേണ്ടി ലോഞ്ച് ചെയ്ത സ്കീമാണ് നമ്മൾ പറഞ്ഞു PMJAY. സോ ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഇൻ 2018 ലോഞ്ച് ചെയ്തത്. ഓൺ ദ ബേസ് റെക്കമെൻഡ് ബൈ നാഷണൽ ഹെൽത്ത് പോളിസി 27 റെക്കമെൻഡ് ചെയ്തത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് നടപ്പാക്കിയത്? ടു അച്ചീവ് ദ വിഷൻ ഓഫ് യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ്. ഇതൊരു സെൻട്രലി സ്പോൺസർഡ് സ്കീമാണ്. നമ്മൾ പറഞ്ഞതല്ലേ, സ്കീമുകൾ രണ്ട് രീതിയിലുണ്ടാവും. സെൻട്രൽ സെക്ടർ സ്കീമുണ്ട്, സെൻട്രലി സ്പോൺസർ ഉണ്ട്. സെൻട്രൽ സെക്ടർ സ്കീം എന്ന് പറയുമ്പോഴേക്കും ഫുൾ പൈസ, ആ സ്കീമിന്റെ ഫുൾ എമൗണ്ട് സെൻട്രൽ ഗവൺമെന്റ് എടുക്കുകയാണെങ്കിൽ ആ സ്കീമുകൾക്ക് പറയുന്നവരാണ് സെൻട്രൽ സെക്ടർ സ്കീം. എന്നാൽ അതിലൊരു മേജർ പോർഷൻ സെൻട്രൽ ഗവൺമെന്റും ബാക്കി പോർഷൻ സ്റ്റേറ്റ് ഗവൺമെന്റും എടുക്കുന്ന സ്കീമുകളാണ് സെൻട്രലി സ്പോൺസേഡ് സ്കീം. ഓക്കെ, ആൻഡ് ഈ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് സെൻട്രലി സ്പോൺസർഡ് സ്കീം ഹാവിംഗ് എ സെൻട്രൽ സെക്ടർ കമ്പോണന്റ് അണ്ടർ ആയുഷ്മാൻ ഭാരത് മിഷൻ. ഓക്കെ, അപ്പോൾ ഇതിന് സെൻട്രലി സ്പോൺസർഡ് സ്കീമാണ് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. ദെൻ ഇതിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് പ്രൊവൈഡ്സ് എ കവർ ഓഫ് 5 lakh rupees പെർ ഫാമിലി പെർ ഇയർ. ഓക്കെ, 5 lakh rupees പെർ ഫാമിലി പെർ ഇയർ സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ഇതാണ് ഈ ലക്ഷ്യമാണ് ഇതിനകത്തുള്ളത്. ഒരു കുടുംബത്തിന് 5 ലക്ഷം രൂപയുടെ ഒരു ആരോഗ്യ പരിരക്ഷ, ഹെൽത്ത് ഇൻഷുറൻസ് ബേസിക്കലി പറയാൻ പറ്റും, ഫോർ ട്രീറ്റ്മെന്റ് ഇൻ സെക്കൻഡറി ആൻഡ് ടെർഷറി കെയർ ഹോസ്പിറ്റലൈസേഷൻ. നമ്മുടെ ഹോസ്പിറ്റൽസ് 3 രീതിയിലുണ്ട്, പ്രൈമറി, സെക്കൻഡറി, ടെർഷറി. അതിനകത്ത് ബേസിക്കലി ഈ പറഞ്ഞ മിക്ക ആളുകൾ നമ്മൾ പോകുന്നത് ഇപ്പം നമ്മുടെയൊക്കെ വീടിന് അടുത്തുള്ള ചെറിയ ചെറിയ അസുഖങ്ങൾക്ക് നമ്മൾ പോകുന്നത് PHSs പ്രൈമറി ലെവലാണ്. അതിന് മുകളിലാണ് സെക്കൻഡറി, താലൂക്ക് ലെവൽ ആശുപത്രികൾ. അതിന് മുകളിൽ നമ്മൾ എന്താ പറയുക, വലിയ വലിയ സർജറീസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ്സിനൊക്കെ പോകുന്ന മെഡിക്കൽ കോളേജസ്, ടെറിഷറി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ വരുന്ന ടെറിഷറി കെയറിനകത്ത് ഈ ഒരു പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന കവർ ചെയ്യുന്ന ഇങ്ങോട്ടേക്കാണ് സെക്കൻഡറി ആൻഡ് ടെറിഷറി കെയർ ഹോസ്പിറ്റലൈസേഷൻ. കാരണം അവിടെയാണ് നമുക്ക് കൂടുതൽ ചെലവ് വരുന്നത്. നമ്മുടെ PHC പ്രൈമറി ഹെൽത്ത് സെന്ററിൽ അധികം ചെലവ് വരുന്നില്ലല്ലോ. സോ ചെലവ് വരുന്ന സെക്കൻഡറി ആൻഡ് ടെറിഷറി കെയർ ഹോസ്പിറ്റൽസിലാണ് ഈ ഒരു സ്കീം വർക്ക് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ടു അക്രോസ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് എംപാനൽഡ് ഹോസ്പിറ്റൽസ്. ഇതിന്റെ ലിസ്റ്റിലുള്ള ഹോസ്പിറ്റൽസിൽ പബ്ലിക് ആയാലും ഗവൺമെന്റ് ഹോസ്പിറ്റലായാലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ആയാലും നമുക്ക് ഈ ഒരു ആരോഗ്യ ഇൻഷുറൻസിന്റെ പരിരക്ഷ കിട്ടുന്നതായിരിക്കും. ആൻഡ് ഇതിലൂടെ പ്രീ ഹോസ്പിറ്റലൈസേഷൻ ചെലവുകൾ എടുക്കുന്നുണ്ട്. പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസും ഈ സ്കീമിനകത്ത് കവേർഡ് ആണെന്നുള്ള കാര്യം ഓർക്കുക. ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് മെഡിസിൻസ്, അതായത് ചിലപ്പോൾ നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കുന്ന മുമ്പ് ഓരോ ലാബ് പോയി റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ എടുക്കണം, നമ്മൾ ചെക്കപ്പ് ഒക്കെ നടത്തായിരിക്കും. അതിനെയാണ് പ്രീ ഹോസ്പിറ്റലൈസേഷൻ. ഇനി ആ ഒരു ട്രീറ്റ്മെന്റിന് ശേഷം ഈ പറഞ്ഞ മെഡിസിൻസും കാര്യങ്ങളൊക്കെ വാങ്ങുക, ഫർദർ കാര്യങ്ങൾക്കാണ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ. 15 ദിവസം വരെയുള്ള പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷനും 3 ദിവസം വരെയുള്ള പ്രീ ഹോസ്പിറ്റലൈസേഷനും ഈ ഒരു സ്കീമിനകത്ത് കവേർഡ് ആണ്. പിന്നെ ഓർക്കേണ്ട മറ്റൊരു കാര്യം, ദർ ഇസ് നോ റെസ്ട്രിക്ഷൻ ഓൺ ദ ഫാമിലി സൈസ്, ഏജ് ഓർ ജെൻഡർ. ഫാമിലിയുടെ സൈസിനോ അവിടുത്തെ ആളുകളുടെ ഏജിനോ ജെൻഡറിനോ ഈ സ്കീമിനകത്ത് പ്രാധാന്യം കൊടുത്തില്ല. എന്നാൽ എങ്ങനെയാണ് ഈ സ്കീമിലേക്കുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കാൻ ചോദിച്ചാൽ ഓൺ ദ ബേസ് ഓഫ് സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സെൻസസ് 2011 അടിസ്ഥാനത്തിലാണ് റൂറൽ ഏരിയാസിലും അർബൻ ഏരിയാസിലും ഈ ഒരു പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമാണ് ഇന്നത്തെ ആ ഒരു ന്യൂസ് ആർട്ടിക്കിൾസിനകത്ത് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. ഇനി നമ്മൾ ഇന്നത്തെ പഠിച്ച ടോപ്പിക്കിൽ നിന്നുള്ളൊരു MCQ ആണിത്. മെയിൻലി ബേസ്ഡ് ഓൺ ആ ഒരു ഫിനാൻഷ്യൽ ടെക് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. കൺസിഡർ ഫോളോയിങ് 4 ഫിൻടെക് കമ്പനീസ്, ക്രെഡിറ്റ് യൂണിയൻസ്, പിയർ ടു പിയർ ലെൻഡിംഗ് പ്ലാറ്റ്ഫോം, ഇൻഷുറൻസ് കമ്പനീസ്. ഈ 4 ആർക്കൊക്കെയാണ് കപ്പാസിറ്റി ടു ഡെലിവർ ഡിജിറ്റൽ ലെൻഡിംഗ് സർവീസിന് കപ്പാസിറ്റി ഉള്ള ഏതൊക്കെ എബോവ് ഓപ്ഷൻസിനുള്ള ആൾക്കാരെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അത് A ഓപ്ഷൻ, B ഓപ്ഷൻ, C, D 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ആൻസർ കണ്ടുപിടിച്ച് എല്ലാവരും ഒന്ന് മാർക്ക് ചെയ്യുക. ഇത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഫിൻടെക് കമ്പനീസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത ആർട്ടിക്കിൾസ് കേട്ടാൽ ഇത് മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും വ്യക്തമായിട്ട് എല്ലാവരും ആ ക്വസ്റ്റ്യൻ വായിച്ച് കൃത്യമായിട്ടുള്ള ആൻസർ
കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, എന്തായാലും ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ പഠിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നോക്കിയ ആർട്ടിക്കിൾസ് എല്ലാവരും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.